ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യാൻ വേണ്ടിയാണ്. ഇത് കാണാണ്ടായി പോകരുത് പ്ലീസ്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വീട്ടിലൊരു സ്കിൻ കെയർ കള്ളനുണ്ട്. അപ്പം ഇത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മറ്റുള്ളൊരു. സോ ഹലോ ഗൈസ് അല്ല, ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഇത് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനും ഹെയർ കെയർ റൂട്ടീനും, പിന്നെ അതേപോലെ എൻ്റെ ഒരു ഭയങ്കര സങ്കടം, അതും കൂടിയാണ് ഈ വീഡിയോയിൽ ഫുള്ള് കാണണം. എന്നിട്ട് നിങ്ങൾ എൻ്റെ സങ്കടത്തിൽ പങ്കുചേരണം. ഓക്കെ. സോ ഫസ്റ്റ് തന്നെ ഞാൻ നന്നായിട്ട് സ്കിന്നൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്, ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫേസ് വാഷാണ്, മാമാഎർത്തിൻ്റെ ഡ്യൂവി ബ്രൈറ്റ് ഫേസ് വാഷ്. കഴിയാനായി ഇത്രയും കൂടെ ഉള്ളൂ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഫ്രഷ്നെസ് കിട്ടും കേട്ടോ ഫേസിന്. ഇതെനിക്ക് സംഭവം കൊളാബിന് കിട്ടിയതാണ്, പക്ഷേ ഞാൻ കൊളാബിന് കിട്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ സാധനം സോ ഗുഡ്, നല്ല എനിക്ക് ഇഷ്ടമായി. ഫോർ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്ലാസ് സ്കിൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഫ്രഷ് സ്കിൻ കിട്ടും. ഞാൻ പിന്നെ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ടിഷ്യൂ എടുത്തിട്ട് കുറച്ചിങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കും, കുറച്ചിങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഫേസിൽ മേക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ, ഇങ്ങനെ വാഷ് ചെയ്തല്ലേ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ടോണറാണ്. ഈ ടോണർ ഞാൻ റീസെൻ്റ്ലി വാങ്ങിയ ഒരു സാധനമാണ് കേട്ടോ. ഈ ടോണറിൻ്റെ കൂടെ വാങ്ങിയൊരു സെറം ഉണ്ടായിരുന്നു, ഓർക്കുണ്ടോ? അതിൻ്റെ കഥ ഞാൻ എൻ്റെ സ്കിൻ കെയർ കഴിഞ്ഞ് ലാസ്റ്റുള്ള പോർഷന് എൻ്റെ കഥ പറയുന്നതാണ്. അത് കാണാണ്ടായിരുന്നു പോകരുത് പ്ലീസ്. അപ്പോൾ ഇത് ക്ലയേഴ്സിൻ്റെ ഒരു സംഭവമാണ്. ഇതൊരു കൈൻഡ് ഓഫ് കൊറിയൻ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ഈ കുഞ്ഞു സാധനത്തിന് 350 രൂപയാണ്. പക്ഷേ ഇതിൻ്റെ ഓഫറിൽ നമുക്ക് ഇപ്പോൾ 200 സംതിങ്ങിനൊക്കെ മിന്ത്രയിലുണ്ട്. ഞാൻ വാങ്ങിയപ്പോൾ ആരാ പറഞ്ഞാൽ 370. നമുക്കല്ലെങ്കിൽ ഇതിലൊന്നും തീരെ ഒരു എന്താ പറയുക, ഭാഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. ഇതൊന്ന് അബ്സോർബ് ആവട്ടെ. അപ്പോൾ ഇനി നമുക്ക് യൂസ് ചെയ്യാനുള്ളത് സെറമാണ്, ഫേസ് സെറം ഉണ്ട്, അതുപോലെ തന്നെ അണ്ടർ ഐ ക്രീം ഉണ്ടാവും, പിന്നെ ലിപ് ബാം ഉണ്ടാവും, മോയ്സ്ചറൈസർ ഉണ്ടാവും. അതും കൂടെ കഴിഞ്ഞു. അതിനിടയ്ക്ക് ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഉള്ളൊരു ക്രീമാണ്. എനിക്ക് കണ്ടു ഇവിടെ ഇങ്ങനെ ഇതിനേക്കാളും എനിക്ക് എന്തുണ്ടായിരുന്നു, ഫോർ ഹെഡ് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് അൺഈവൻ സ്കിൻ ടോണ്. അപ്പം ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പം കാരണം അത് എനിക്ക് കുറേ കാലം മുന്നേ ഉണ്ട് കേട്ടോ ആ സാധനം. അപ്പം ഇത് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത മറ്റുള്ളൊരു മെഡിസിൻ ആയിരുന്നു. സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ്, ഫാർമസി ക്രീമാണ്. സ്കിൻ ബ്രൈറ്റനിങ് പറഞ്ഞാൽ വെളുത്തിട്ട് പറഞ്ഞ ക്രീമില്ല, ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്രീമാണ്. ബ്ലൂമ എന്നാണ് ക്രീമിൻ്റെ പേര്. അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ സെറം യൂസ് ചെയ്യാത്ത ടൈമിലാണ്. ഇന്നിപ്പോൾ ഞാൻ സെറം യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിപ്പം ഉപയോഗിക്കുന്നില്ല. ഇത് ആക്ച്വലി കുറച്ചെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, എനിക്കിപ്പം ഇങ്ങനൊരു പോർഷനിലാണ് എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ളത്. അപ്പം ഞാൻ ആ പോർഷനിൽ മാത്രമേ ഇതിട്ട് കൊടുക്കുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ഓവറാക്കി ഇടില്ല. അപ്പം ഇന്നിപ്പോൾ ഞാൻ സെറം യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സെറം ഈ ലോറിയൽ പാരീസിൻ്റെ ഗ്ലൈക്കോളിക് ബ്രൈറ്റ് സെറാണ്. ഇത് ഇതിൻ്റെ 5th ബോട്ടിലൊക്കെ ആയിരിക്കും കേട്ടോ. അത് ഇഷ്ടപ്പെട്ടൊരു സെറാണ്. വാവ്, സൂപ്പർ. ഇതിനൊരു ഭയങ്കര ഫ്രാഗ്രൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ കുറച്ച് അബ്സോർബായി കഴിഞ്ഞ ഒരു ഫ്രാഗ്രൻസ് എന്നല്ല, പക്ഷെ ഒരു കുത്തുന്ന ഒരു സ്മെല്ലാണ് ഇതിന്. ഇത് യൂസ് ചെയ്താൽ മോർണിംഗ് ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ സെറം ഇങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യരുത്. നമുക്ക് അണ്ടർ ഐ ജെൽ യൂസ് ചെയ്യാം. ഇത് പിന്നെ നെയ്റ്റി പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഫോർമുലേഷൻ്റെ ബ്രാൻഡിൽ ഇതിൽ 2 അണ്ടർ ഐ ജെൽ 3 ഒന്ന് ഈ ലോറിയൽ പാരീസിൻ്റെ തന്നെ ഈ സാധനം. പിന്നെ ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യലില്ല, പക്ഷേ സാധനം അടിപൊളിയാണ്. പിന്നെ മിനിമലിസ്റ്റിൻ്റെ ഒരു റെറ്റിനോൾ ക്രീം ഉണ്ട്. പിന്നെ ഇതാണല്ലോ, ഇത് പിന്നെ എന്താണെന്നറിയാം, ഞാൻ അണ്ടർ ഐക്ക് പൊടിയല്ലേ എടുക്കുള്ളൂ. അത് ഞാൻ എപ്പോഴൊന്നും ഇത് യൂസ് ചെയ്യലില്ല. പക്ഷേ ഈ സാധനം തീർന്നു. എനിക്ക് നല്ല സംശയമാണ്, ഇത് ആവിയായി പോകുന്നു, സാധനം കഴിഞ്ഞു. എന്നാൽ ഇതിൻ്റെ ഒരു 2 പ്രാവശ്യമൊക്കെ അല്ലേ നമ്മൾ എടുക്കുള്ളൂ മാക്സിമം. ഈ സാധനം കഴിഞ്ഞു. സാധനം കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല എൻ്റെ ഡാർക്ക് സർക്കിൾസ് അങ്ങനെ പോവാത്ത ഡാർക്ക് സർക്കിൾസ് ആണ്, ലൈക്ക് പാരമ്പര്യമായിട്ട് കിട്ടി വരുന്നതുകൊണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ല, എനിക്കിഷ്ടമായിക്കണ ഈ ഒരു സാധനം. പ്രശ്നമാണുള്ളത്, വെറുതെ തീർന്നു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം കണ്ടോ. ഇത്രയൊക്കെ തന്നെയുള്ള മെയിനായിട്ട് നമ്മളെ സംഭവങ്ങൾ. പിന്നെ ഞാൻ ലിപ് ബാം ഞാൻ എപ്പോഴും കണ്ടോ, ഇപ്പിൻ്റെ ലിപ്പ് നല്ല ഉഷാറായിട്ടായിരിക്കണം, കാരണം ഭയങ്കര ഡ്രൈനെസ് ഒന്നും ഇല്ലാണ്ട് നല്ല വൃത്തിക്കായിരിക്കണം. അതിന് ഞാൻ യൂസ് ചെയ്യൽ വാസ്ലിൻ്റെ ലിപ് തെറാപ്പിയാണ് കണ്ടത്. ലിപ് തെറാപ്പി വാസ്ലിൻ്റെ. അതിൻ്റെ റോസി ലിപ്സും നോർമൽ വാസ്ലിന് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. റോസി ലിപ്സ് ആകുമ്പോൾ നമുക്ക് ഒന്നുകൂടെ എന്തുണ്ടാവും,
എന്തുണ്ടാവും, കുറച്ച് ടിൻറ്റ് കിട്ടും, അത്രേ ഉള്ളൂ. ഇതുവരെ കഥ ആരും മറക്കരുത്. സെക്കൻഡ് ഹാഫിലൊരു കഥ വരുന്നുണ്ട്, അതാരും കാണാണ്ട് പോകരുത്. ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള ഹൈഫൻ്റെ സ്കിൻ ബാരിയർ കെയർ ക്രീം. ഇത് ആക്ച്വലി ഒരു മോയ്സ്ചറൈസറാണ്, പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് നോർമൽ ടു ഡ്രൈ സ്കിന്നിൻ്റെ ആണ്. പക്ഷേ ഈ സാധനം ഓയിലി സ്കിന്നിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ, ഇങ്ങനെ ഓരോ സ്കിൻ ടൈപ്പിനുള്ളത്. ഇത് ആക്ച്വലി സോ ഗുഡ്. എൻ്റെ സ്കിന്നൊക്കെ ചില ടൈമിൽ എൻ്റെ നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്, പക്ഷേ ചിലൊരു വെതറിൽ ഭയങ്കര വെരി ഡ്രൈ ആവും. അപ്പം ആ ഒരു ടൈമിൽ എന്നെ ഹെൽപ്പ് ചെയ്തതാണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സാധനം കൊള്ളാം എന്ന്. ഓക്കെ, നമ്മൾ ഫേസിൽ സ്കിൻ കെയറും കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സൊക്കെ ഞാൻ എവിടെയെങ്കിലൊക്കെ വേറെ ടാഗ് ചെയ്യാം. ഇപ്പോൾ ടാഗിങ് ഇടയ്ക്ക് വർക്കായിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കുള്ള മെയിൻ പരിപാടി ബോഡിയിൽ എന്തെങ്കിലും ലോഷൻ തേക്കണം. അത് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് തേക്കുള്ളൂ. ഇടയ്ക്ക് ചില ദിവസം സ്കിൻ കെയർ ചെയ്യാൻ ഭയങ്കര മൂടായിരിക്കും, ആവേശ് കുമാർ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാൻ ബോഡിയിൽ ഈ ഒരു സാധനം തേക്കും. ഇത് കയ്യിൽ മാത്രം തേക്കും. സോ ഹെയർ കെയറും ഞാൻ വളരെ ഇടയ്ക്ക് മാത്രം ചെയ്യുന്നതാണ്, പക്ഷെ ചെയ്യുമ്പോൾ ഞാൻ വൃത്തിക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. സോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു റെയിൻ നാച്ചുറൽസിൻ്റെ റോസ്മേരി വാട്ടറാണ്. ഇതിപ്പോൾ എൻ്റെ ഇത് കഴിയാനായി തോന്നുന്നു, കുറച്ചും കൂടെ ഉള്ളൂ. ദിസ് ആക്ച്വലി വെരി ഗുഡ്. നല്ല ഞാൻ ഫസ്റ്റ് റോസ്മേരി വാട്ടർ ഇങ്ങനെ ശരിക്കും ഓക്കെ ആയിരുന്നു, പിന്നെ എനിക്കിത് കിട്ടിയത്. പക്ഷേ റോസ്മേരി വാട്ടർ ഈസ് ആക്ച്വലി ഗുഡ്, നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹെയർ ഗ്രോത്ത് സെറം ആണ്, പക്ഷേ ഇതും ഞാനിപ്പോൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു സെറം കൂടിയാണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അഫോർഡബിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ യു ക്യാൻ യൂസ് റോസ്മേരി വാട്ടർ. അല്ലാണ്ട് ഒന്നും കൂടെ റോസ്മേരി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹെയറിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് ഒരു ഹെയർ പെട്ടെന്ന് വളരണം, ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ദിസ് വൺ. ഇത് ബെയർ അനാട്ടമീൻ്റെ അഡ്വാൻസ് ഹെയർ ഗ്രോത്ത് സെറാണ്. ഹെയർ ഗ്രോത്തിനെ നല്ലോണം പ്രൊമോട്ട് ചെയ്യും. പിന്നെ അതുപോലെ കുറച്ച് കമ്പയറിങ് ടു ദിസ് ഇറ്റ്സ് എക്സ്പെൻസീവ്. നമുക്ക് ഇന്ന് എന്തായാലും റോസ്മേരി വാട്ടർ യൂസ് ചെയ്യാം. ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്കാൽപ്പിൽ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ ഹെയർ കെയർ. അപ്പം ഇതുവരെ ഇപ്പം എൻ്റെ മുടി പശു നക്കിയ പോലെ ഇരിക്കുന്നത് നിങ്ങൾ നോക്കണ്ട, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്കിൻ കെയർ പ്ലസ് ഹെയർ കെയർ വീഡിയോ. അപ്പം അടുത്ത സംഭവം എല്ലാവരും കാണുക. എന്നിട്ട് നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സങ്കടത്തിൽ പങ്കുചേരാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ ഈ ബോഡിയിൽ ഈ സാധനമായിട്ട് യൂസ് ചെയ്യുക, ഗ്ലൂട്ടാഹയ. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. എനിക്കൊരു സങ്കടമുണ്ട്, ഞാൻ നിങ്ങളോട് പറയാനാണ്. എനിക്കിങ്ങനെ എൻ്റെ സങ്കടം ആരോട് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവാന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒരാൾക്കെങ്കിലും എൻ്റെ ആ സങ്കടം ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റിയാലോ. കാരണം ബാക്കിയുള്ളവർ പറഞ്ഞോ ഓല് ചിലപ്പോൾ വിചാരിക്കും അതിനിപ്പോൾ എന്താണെന്നൊക്കെ വിചാരിക്കും. അതുകൊണ്ടാണ്. സോ നിങ്ങൾക്കറിയാം, എനിക്ക് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ്, മേക്കപ്പ് പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്താ അറിയില്ല, മേക്കപ്പ് പ്രോഡക്ട്സിനേക്കാൾ ഒരുപടി മുന്നിലാണ് സ്കിൻ കെയർ പ്രോഡക്ട്സിനോടുള്ള ഇഷ്ടം. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറം, ലോറിയൽ പാരീസിൻ്റെ ഗ്ലൈക്കോളിക് ആസിഡ്. ഇതെൻ്റെ പുതിയ ബോട്ടിലാണ്, ലൈക്ക് 2 days മുന്നേ വാങ്ങിച്ച ബോട്ടിലാണ്, ഫുള്ള് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തൊരു ബോട്ടിൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 2 weeks കൂടെ ആ ബോട്ടിൽ എനിക്ക് യൂസ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു, ലൈക്ക് ഒരു ഭാഗം കൂടെ ബാക്കിയുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ആ ബോട്ടിൽ കാണാണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടാവും. പക്ഷെ ഞാൻ ഫസ്റ്റ് ഒന്ന് തപ്പിയപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും അത് കഴിയാനായിട്ടില്ല, എന്നാലും ഞാൻ പുതിയൊരു സെറം ട്രൈ ആക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയ സെറം ഓർഡർ ചെയ്തു. അത് ഓക്കെ ഫൈൻ, അത് എവിടെയെങ്കിലും ഉണ്ടാവും. പിന്നെ തപ്പാന്ന് കരുതിയിട്ട് ഞാനൊരു പുതിയ സെറം ഓർഡർ ചെയ്തു. അത് മറ്റേ കൊറിയൻ സ്കിൻ കെയർ ആണ്, ബ്യൂട്ടി ഓഫ് ജേസണോ അങ്ങനെ പറഞ്ഞ സംഭവമില്ലേ, അതിൻ്റെ ഒരു സെറം. ഇതിൻ്റെ കഴിഞ്ഞ വ്ളോഗിലൊക്കെ നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടാവും. അതിന് ആക്ച്വലി 1400 വരുന്ന ഒരു സെറാണ്. ബാക്കി സെറങ്ങൾക്ക് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സെറം കൂടെയാണ്. അത്യാവശ്യം ഇതിൻ്റെ വലിയ ബോട്ടിൽ തന്നെ നമുക്ക് 400-500 രൂപക്ക് കിട്ടും. പക്ഷെ അതെന്ന് പറഞ്ഞാൽ 1400 രൂപയായിരുന്നു ആ ഒരു സാധനത്തിന്. നിങ്ങളുടെ കയ്യിൽ വ്ളോഗിലുണ്ടോ? ഞാനത് 2 ദിവസം യൂസ് ചെയ്തു. 3-ാമത്തെ ദിവസം ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടില്ല തോന്നുന്നു, അന്ന് ഞാൻ ചെയ്തില്ല, എന്തൊക്കെ തിരക്കോടെ രാത്രി ഫേസ് കഴുകിയിട്ട് കിടക്കുക ചെയ്ത്. 4-ാമത്തെ ദിവസമായപ്പം ഈ സാധനം കാണില്ല രാത്രി ചെയ്യാൻ നോക്കിയപ്പം. അപ്പോൾ രാത്രിയാണ് ഞാൻ ഒരു 11:30 ആയപ്പോഴാണ് നോക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നാളെ തപ്പാമല്ലോ ഫ്രീ ആയിട്ടെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം തപ്പിയിട്ട് ആ സാധനം കാണുന്നില്ല. വീട് മൊത്തം ഞാനും ഉമ്മച്ചും തപ്പി. അതും 1, 2, 3 പ്രാവശ്യം എൻ്റെ അലമാരൊക്കെ അരിച്ച് പെറുക്കി എന്നിട്ടും എൻ്റെ സാധനം കാണുന്നില്ല. എൻ്റെ സാധനം എവിടെ പോയി? എനിക്കങ്ങോട്ട് സങ്കടം വന്നു. സത്യം പറയാം, എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുപോയി. ചിലപ്പോൾ ഇത് പറയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരും. കാരണം ചില സ്കിൻ കെയർ പ്രോഡക്റ്റ്സൊക്കെ
എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് കൊല്ലാബോ അങ്ങനെയൊന്നും കിട്ടില്ല. പിന്നെ അങ്ങനത്തെ ഓരോ ബ്രാൻഡ്സ് എത്രയൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിലും ഒരു കുട്ടിയുണ്ട്. ലൈക്ക് ചെറുപ്പത്തിൽ നമ്മൾ ഓരോരോ സാധനങ്ങൾ സ്വന്തം പൈസക്ക് മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ തുടങ്ങുക. അങ്ങനെ എനിക്ക് നമ്മൾ ഓരോ സാധനം മേടിക്കാം. അങ്ങനെ പിന്നെ അതിന് നമ്മളൊരു ഇപ്പോൾ ഞാൻ എപ്പോഴും സ്കിൻ കെയർ ആദ്യം ഫസ്റ്റ് ലോറിയിലൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ എങ്ങനെ ആലോചിക്കും, ഓക്കെ ഇനി മറ്റേത് ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങണോ, അത്ര കൊടുക്കണോ, ഈ ഒരു റേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടുമോ. ഇങ്ങനെ ഞാൻ കുറേ ആലോചനയ്ക്ക് ശേഷം വാങ്ങിച്ചായിരുന്നു. ലൈക്ക് 1400 രൂപയാണെങ്കിലും പൈസയാണല്ലോ, അങ്ങനെ വാങ്ങിയതേനു അത്. പക്ഷെ അത് ഞാൻ 2 ദിവസം യൂസ് ചെയ്തപ്പോൾ ഇതിനെ കാണാണ്ടായി. എനിക്കങ്ങോട്ട് എങ്ങനെ പറയേണ്ടതല്ല, അത്രയും സങ്കടം. വീട് മൊത്തം. അപ്പോൾ ആ ഒരു തപ്പിൽ ഇതിൻ്റെ ഒരു മുന്നത്തെ ബോട്ടിൽ പോയി മാറില്ല, ആ ബോട്ടിലും കിട്ടിയിട്ടില്ല. അത് ആ രണ്ട് സാധനം എൻ്റെ കാണാണ്ട് പോയിക്കണം. അതിൻ്റെ മുന്നേ വേറൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു 999 റുപ്പീസിൻ്റെ ഒരു സെൻഡല്ല ഗ്ലോ ആംബ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അത് ഞാൻ 999 രൂപ എടുത്തിട്ട് വാങ്ങിയതാണ്. അത് പിന്നെ എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ പരിപാടീസൊക്കെ നടക്കുന്ന ദിവസം ഒരു അമ്മമ്മ മരിച്ചതിൻ്റെ തിരക്കിൽ എൻ്റെ മേലത്തെ റൂമിൽ ഞാനൊക്കെ വെച്ചിരുന്നു. പക്ഷെ അത് ഓരോ തിരക്കിൽ അന്നിപ്പോൾ നമുക്ക് സ്കിൻ കെയർ ഒന്നും നോക്കാനെന്നുള്ളൊരു മൈൻഡ് അല്ലല്ലോ. ആ ഒരു തിരക്കിലാണ് ആ സാധനം കാണാണ്ട് പോയത്. അത് പിന്നെ അത് ആരും എടുത്തതാണ്. പക്ഷെ അത് ഞാൻ ക്ഷമിച്ച് വിട്ട്. ആ തിരക്കിലല്ലേ, ഇനിയിപ്പോൾ അത് അതിൻ്റെ ബാക്കിലൊന്നും പോകാൻ എനിക്ക് വയ്യ. എന്നാലൊരു പ്രദേശമുണ്ട് വീട്ടിൻ്റെ മൂലക്കിൽ എവിടെയെങ്കിലും ആ സാധനം ഉണ്ടെങ്കിൽ ഒന്നും ഞാൻ എപ്പോഴും തപ്പും, എപ്പോഴും ആ സാധനം തപ്പും. പക്ഷെ അത് കിട്ടില്ല, അത് പോയിക്കണമെന്ന് എനിക്കറിയാം. അങ്ങനെ കുറേ സാധനം ഇന്നത് മിസ്സായി പോയിക്കണം. കുറേ എന്ന് പറഞ്ഞാൽ കുറേ, അതും കൊള്ളാൻ പറ്റുന്ന സാധനമൊന്നുമില്ല കാണാണ്ട് പോവുക. ഇങ്ങനെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങണേ നല്ല അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ നല്ല എക്സ്പെൻസീവായ സാധനങ്ങൾ എൻ്റെ കാണാണ്ട് പോവുക. അപ്പം എനിക്ക് വരുന്നൊരു സങ്കടമുണ്ട്. എനിക്ക് നിങ്ങൾ എത്രയൊക്കെ മനസ്സിലാവും എനിക്കറിയില്ല. നല്ല സങ്കടമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. എന്നിട്ട് ഇപ്പോഴും ഞാൻ എൻ്റെ മറ്റേ ഒരു സെറം കാണാണ്ട് പോയിട്ട് എന്നോട് ആരെങ്കിലും വന്നിട്ട് എടി എൻ്റെ സാധനം എൻ്റെ ഇതെന്നാന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും എന്ത് സെറാണോ എന്ന്. കാരണം അപ്പോൾ ഞാൻ ശരിക്കും വിചാരിക്കും പഠിച്ചോനെ, അങ്ങനെ ശരിക്കും നമ്മൾ പറയാൻ പാടില്ല. എന്നാലും ഞാൻ വിചാരിക്കും എൻ്റെ സെറെടുത്തവർക്ക് മൊത്തം ചൊറി വരുന്നതെന്നൊക്കെ. കാരണം എനിക്ക് അത്രയും സങ്കടമുണ്ട്. കാരണം അത് ആരോ എടുത്തതാണ് സംഭവം. അത് എടുത്ത ആളെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് നിങ്ങളെ സ്കിന്ന് നന്നാവില്ല, നോക്കിക്കൊണ്ട്. നല്ല സങ്കടം. എന്നിട്ട് ഞാൻ പുതിയത് ഓർഡർ ചെയ്തതാണ്. ഇപ്പോഴും നല്ല സങ്കടം. എനിക്കറിയില്ല, എനിക്ക് രാത്രി ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാൻ നേരത്തൊക്കെ എൻ്റെ ആ സെറ ഓർമ്മ വരും. അത് മാത്രമല്ല എൻ്റെ കുറേ സാധനം കാണാണ്ടായിക്കണം. എൻ്റെ കണ്ണൊക്കെ നിറയാനുണ്ട് ഇപ്പം തന്നെ. എൻ്റെ കുറേ പ്രോഡക്റ്റ്സ് കാണാണ്ടാണ്. ഒരു പ്രോഡക്റ്റ് വിഷ്ഫുളിൻ്റെ ഒരു സ്ക്രബ് ഉണ്ട്, അതും അത്യാവശ്യം നല്ല റേറ്റ്. അതെനിക്ക് കാക്ക മേടിച്ചു തന്നതിന്, കാക്ക വന്നപ്പം. അപ്പം എൻ്റെ കസിൻ്റെ കല്യാണത്തിൻ്റെ തിരക്കിൽ അത് കാണാണ്ട് പോയി. എന്നിട്ട് കാക്ക എനിക്ക് പിന്നെ വാങ്ങി തന്നു. എന്നാലും എൻ്റെ വീടിൻ്റെ പ്രശ്നമാണോ എൻ്റെ സാധനമൊക്കെ കാണാണ്ട് പോണത്. എന്താണേലും ഞങ്ങളോട് അത് പറയാനാണ് വന്നത്. നല്ല സങ്കടമുണ്ട്, എന്താ കാട്ടെനിക്ക് അറിയില്ല.